അർജന്റീനയിലെ സാൻ നിക്കോളാസിലെ അവർ ലേഡി ഓഫ് ദി റോസറി എന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ച മോൺസിഞ്ഞോർ കാർലോസ് പെരസ് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 87 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ജൂൺ 4-നാണ് അന്തരിച്ചത്. 1983 സാൻ നിക്കോളാസിൽ ഗ്ലാഡിസ് മോട്ട എന്ന യുവതിക്ക് പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങൾ ലഭിച്ചു തുടങ്ങിയതു മുതൽ ആ സംഭവങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ദർശനം ലഭിച്ച ഗ്ലാഡിസിന്റെ കുമ്പസാരക്കാരനും ആത്മീയ പിതാവുമായിരുന്നു അദ്ദേഹം. ദർശനങ്ങൾക്ക് ശേഷം ബെൽ ടവറിൽ അനാഥമായി കിടന്നിരുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപം കണ്ടെത്തുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ഈ രൂപമാണ് തനിക്ക് ദർശനത്തിൽ ലഭിച്ചതെന്ന് ഗ്ലാഡിസ് തിരിച്ചറിഞ്ഞിരുന്നു. സാൻ നിക്കോളാസിലെ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പ്രഥമ റക്ടർ എന്ന നിലയിൽ അദ്ദേഹം ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. 1938 ഓഗസ്റ്റ് 13 അർജന്റീനയിലെ പെർഗാമിനോയിൽ ജനിച്ച അദ്ദേഹം 1963 ജൂൺ 2-നാണ് വൈദികനായി അഭിഷിക്തനായത്. ദൈവശാസ്ത്രപരമായ രചനകളിലും ശ്രദ്ധേയനായ അദ്ദേഹം മരിയൻ ഭക്തിയെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 2016 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ചാപ്ലിൻ ഓഫ് ദി ഹിസ് ഹോളിനെസ് ആയി നിയമിക്കുകയും മോൺസിഞ്ഞോർ എന്ന ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു. സാൻ നിക്കോളാസിലെ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് നടന്ന സംസ്കാര ശുശ്രൂഷകൾക്കും ബിഷപ്പ് ഹ്യൂഗോ സാന്റിയാഗോ കാർമ്മികത്വം വഹിച്ചു. കത്തോലിക്ക സഭയിലെ മരിയൻ ഭക്തിയുടെ വളർച്ചയിൽ വലിയ സംഭാവനകൾ നൽകിയ ഒരു വലിയ ഇടയനെയാണ് അർജന്റീനയ്ക്ക് നഷ്ടമായിരിക്കുന്നത്.